ഹലോ. അതെ, ഇത് നമ്മളെ സ്റ്റുഡിയോയിലുള്ള ചെറിയൊരു ഐസോപോഡിന്റെ കൾച്ചറാണ്. അപ്പൊ ഞാൻ ഇത് എങ്ങനെയാ ചെയ്തെടുത്തതെന്ന് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഈ ഐസോപോഡ് എന്താണെന്നും അതിനെ കൊണ്ട് നമുക്ക് നമ്മളുടെ ടെറേറിയത്തിലും പെരഡേറിയത്തിലും ഒക്കെ എന്ത് യൂസ്ഫുൾ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു ഹോബിയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ ഇതിന്റെ ഈ കൾച്ചർ എങ്ങനെയാ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കണ്ടെയ്നർ വേണം കേട്ടോ ഫസ്റ്റ് ആയിട്ട്. അപ്പൊ അത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കണ്ടെയ്നർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്റെ ലിഡെങ്കിലും ട്രാൻസ്പെറന്റ് ആവുകയാണെങ്കിൽ അത് നല്ലതാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് കേട്ടോ. കാരണം അതിന് കുറച്ചൊക്കെ വെളിച്ചം കിട്ടുന്നത് നല്ലതാണ്. ശരിക്കും ഒരു ഡാർക്ക് ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവർക്ക് ഇഷ്ടമെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ച് വെളിച്ചം കിട്ടുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെ ഞാൻ കണ്ടെയ്നർ എടുത്തിട്ട് ആ കണ്ടെയ്നറിൽ ഞാൻ കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് എയർ പാസേജിന് വേണ്ടിയിട്ട്, വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട്. അതിന്റെ ലിഡിലും ഞാൻ 2 ഹോളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ഒരു കൾച്ചർ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കരിയില, പിന്നെ കൊക്കോ പിറ്റ്, അതേപോലെ കൊക്കോ ബാർക്ക്, അതുപോലെ തന്നെ ട്രീ ബാർക്ക് വേണം. പിന്നെ കുറച്ച് സ്പാഗ്നം മോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ ഫെദർ മോസോ ഫേൺ മോസോ അങ്ങനെ എന്തെങ്കിലും ഒരു മോസ് മതി കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം റീറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ വേണ്ടത് നമുക്ക് ഇതിന് കാൽഷ്യം സപ്ലിമെന്റ് കൊടുക്കണം. അപ്പോൾ കാൽഷ്യം സപ്ലിമെന്റ് നമ്മൾ കൊടുക്കുന്നത് കടൽനാക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേർട്ടിൽ ബോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. അതിൽ അത്യാവശ്യം നല്ല കാൽഷ്യം സപ്ലിമെന്റ് അടങ്ങുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് മിനറൽസും ഉണ്ട്. അപ്പം അതും നമുക്ക് വേണം. പിന്നെ വെർമി കമ്പോസ്റ്റ് വേണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് കാർബൺ, പിന്നെ നമ്മളെ ഗാർഡൻ സോയിൽ കുറച്ച്. അപ്പൊ ഇതെല്ലാം നമുക്ക് നമ്മളുടെ പരിസരങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് കിട്ടാത്തതെന്ന് പറയുന്നത് കേർട്ടിൽ ബോൺ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്തു നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിന് നല്ലൊരു കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഈ ഒരു കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊക്കോ ബാർക്കും ട്രീ ലീവ്സും ട്രീ ബാർക്കും ഇവിടെ ഇത് 3 എടുത്തിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇത് ഫുള്ളി സബ്മേർജ്ഡ് ആയിട്ട് വെക്കാം. ഒരു 24 മണിക്കൂർ വെക്കണം. അത് എന്തിനാ അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവജാലങ്ങളൊക്കെ ഉണ്ടാവും, ഈ ഐസോപോഡ്സിന് ഹാംഫുൾ ആയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ അതൊക്കെ പൊയ്ക്കോളും. ചത്തുപോവോ, ചിലപ്പോൾ പുറത്തേക്ക് ചാടിപ്പോവോ, അങ്ങനെയൊക്കെ അത് പൊയ്ക്കോളും. ഓക്കെ. അപ്പൊ ഇതിന് പകരം ചില ആൾക്കാര് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാറുണ്ട്, വെള്ളത്തിലിട്ട് തിളപ്പിക്കാറുണ്ട്. അങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ചിലപ്പം ഇതിനകത്തുള്ള ചിലപ്പം എന്നല്ല എന്തായാലും പോവും, ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഒരു 24 അവർ കഴിഞ്ഞിട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്താൽ മതി. ഭയങ്കരമായിട്ട് ഉണങ്ങുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ കളക്ട് ചെയ്ത എല്ലാ സാധനങ്ങളും കൂടെ മിക്സ് ആക്കാം. ഓക്കെ. അതിനകത്ത് കേർട്ടിൽ ബോൺ മാത്രം, ഈ കടൽനാക്ക് മാത്രം മിക്സ് ചെയ്യേണ്ട. ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ നമ്മുടെ കണ്ടെയ്നറിൽ ഇടുക. ഒരു കാൽഭാഗത്തിൽ കൂടുതലെങ്കിലും ഇടണം. ഓക്കെ. എന്നിട്ട് കുറച്ച് കരിയില അതിന്റെ മോൾ ഭാഗത്ത് കുറച്ച് വിതറി കൊടുക്കണം. പിന്നെ ഒരു സൈഡില്, ഈ കണ്ടെയ്നറിന്റെ ഒരു സൈഡില് കുറച്ച് വെറ്റായിട്ടുള്ള ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കുറച്ച് കൂടുതൽ വെറ്റായിട്ടുള്ള, മൊത്തത്തിലൊരു വെറ്റ്നെസ് ഉണ്ടാവും, പക്ഷെ കുറച്ച് കൂടുതൽ വെറ്റ്നെസ് അവിടെ ഉണ്ടാവണം. മറ്റേ സൈഡിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവണം. കാരണം ഇവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിനകത്ത് സ്പാഗ്നം മോസും ഈ ഡ്രൈഡ് ലീവ്സും എല്ലാം ഇട്ടതിന് ശേഷം പതുക്കെ നമ്മൾ ഈ ഐസോപോഡ്സിനെ അതിനകത്തേക്ക് റിലീസ് ആക്കണം കേട്ടോ. ചെറിയൊരു കണ്ടെയ്നറിലായിരിക്കും നമുക്ക് കിട്ടുക. അത് മെല്ലെ അതിനെ എടുത്തിട്ട് പതിയെ അതിനകത്തേക്ക് സാവധാനം റിലീസ് ചെയ്യുക. പിന്നെ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഈ കേർട്ടിൽ ബോണൊക്കെ 1-2 സ്ഥലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറീന്റെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളോ, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ കഷ്ണങ്ങളും ഒക്കെ കൊടുക്കാം കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ഐസോപോഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അവരതിനകത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ഓക്കെ. കാരണം അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ അത് ഡിസ്റ്റർബൻസ് ആവും. പിന്നെ അത് ഗ്രാജുവലി
അത് ഡെഡായി പോകും. ഈ ഐസോപോഡ്സ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇമ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ കാണുന്നതും ഒക്കെ ആയിട്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന വെറൈറ്റീസൊക്കെ നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഐസോപോഡ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമാണ്. നമ്മൾ അതിനെയൊന്നും പോയി നോക്കുക അങ്ങനെ ഒന്നും വേണ്ട. അതൊരു നല്ല കൾച്ചറായിട്ട് അതുണ്ടാവും. പിന്നെ ഇപ്പോൾ അത്യാവശ്യം ഡിമാൻഡും ഉണ്ട്, ഒരുപാട് പേര് ടെറേറിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ വീട്ടിലാണെങ്കിലും ടെറേറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ക്ലീനിങ് ക്രൂ ആയിട്ട് ഇവരെ യൂസ് ചെയ്യാം, സ്പ്രിംഗ് ടൈൽസിനെ പോലെ തന്നെ. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം. മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.